കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ വരാൻ പോകുന്ന ദിവസത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരു 1:30-2 മണിക്കുള്ളിൽ തന്നെ ഞാൻ രേവതിയുടെ സച്ചിയുടെ ഇനി വരുന്ന ദിവസങ്ങളിലെ വിശേഷം ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണണം കേട്ടോ. അങ്ങനെ നമ്മൾ കാണാൻ പോകുന്ന സച്ചിയാണെങ്കിൽ രേവതിയുടെ അടുത്തേക്ക് വരുവാണ്. പാടിമാസം ആയതുകൊണ്ട് രേവതിനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു ലക്ഷ്മിയമ്മ. പിന്നീട് സച്ചി രേവതിയുടെ അടുത്തേക്ക് വന്നപ്പോൾ രേവതി സച്ചിക്ക് ഇഷ്ടപ്പെട്ട മീൻകറിയും ചോറും ഒക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പം സച്ചി ഓരോ തമാശകളൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ട് ദേവും രേവതിയും കൂടെ ചിരിക്കുകയാണ്. കൂടെ ശരത്തുമുണ്ട്. ലക്ഷ്മിയമ്മയുടെ ഉള്ളിൽ ഭയങ്കര ആദി. എന്റെ ഭഗവാനെ എന്ത് ചെയ്യും? എത്രയും പെട്ടെന്ന് സച്ചി ഇവിടുന്ന് പോയില്ലെങ്കിൽ ആകെപ്പാടെ പ്രശ്നവും. ഇനിയിപ്പോ എന്താ ചെയ്യണ്ടേ? വല്ലാത്തൊരാദി. ഈ സമയത്ത് ലക്ഷ്മിയമ്മ പെട്ടെന്ന് എന്ത് നോക്കിയിരിക്കുക, കഴിച്ചിട്ട് എഴുന്നേക്കാൻ പറയാണ്. ഈ സമയം ദേവ് പറഞ്ഞു, അമ്മ എന്തിനെങ്ങനെ ദേഷ്യപ്പെടുന്നേ? അതെ, ഫുഡ് ആസ്വദിച്ച് കഴിക്കാനുള്ളതെന്ന് പറയാം. സച്ചി പറ ശരിയാ, നമ്മൾ പതുക്കെ കഴിച്ചാലോ നമ്മുടെ ശരീരത്ത് പിടിക്കുള്ളൂ. അതുകൊണ്ട് നമ്മൾ സാവധാനം വേണം കഴിക്കാനെന്ന് പറയാം. അങ്ങനെ രേവതി സച്ചി എല്ലാവരും കൂടെ ഫുഡ് കഴിക്കുകയാണ്. അങ്ങനെ ഫുഡ് കഴിച്ച് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ സച്ചി രേമ്പൊക്കെ വിട്ടിട്ട് പറഞ്ഞു, സൂപ്പർ ആയിട്ടുണ്ട് ഫുഡ്. പിന്നെ ഇന്നലെയൊക്കെ ആണെങ്കിൽ പട്ടിണി എന്ന് പറയാം, വൈകുന്നേരം കിടന്ന്. എത്ര ദിവസം കൂടിയാ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ രേവതി പോയതിന് ശേഷം നന്നായിട്ടൊന്ന് ഫുഡ് കഴിക്കുന്ന ഇന്നാന്ന് പറയാം. രേവതി പറഞ്ഞു, അത് ശരി, അപ്പൊ ഞാനില്ലെങ്കിലും അവിടെ ബുദ്ധിമുട്ടുണ്ടല്ലേന്ന് ചോദിക്കണം. പിന്നില്ലാതെ, ഇത്രയും ദിവസം നീയല്ലേ ഫുഡ് ഉണ്ടാക്കി തന്നോണ്ടിരുന്നേ. അമ്മയുടെ കാര്യം അറിയാലോ, അമ്മ എന്തെങ്കിലും ഒന്നും ഉണ്ടാക്കി വെക്കും, ഒന്നെങ്കിൽ അത് കരിഞ്ഞതായിരിക്കും. ഇത്ര നാള് ഞാൻ അത് കഴിച്ചോണ്ടിരുന്ന, നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് കഴിച്ചാ. പക്ഷെ നീ വന്നതിന് ശേഷം നീ നിന്റെ കൈ കൊണ്ട് ഉണ്ടാക്കുന്ന ഫുഡ് അതിന് അപാര ടേസ്റ്റ് തന്നെ കേട്ടോ. അതെവിടെ ഞാൻ പറയൂന്ന് പറയാം. പിന്നീട് സച്ചു പറഞ്ഞു, നന്നായിട്ട് ഫുഡ് കഴിച്ചതെന്നാന്ന് തോന്നേ, നല്ല ഉറക്കം വരുന്ന പോലെ നല്ല ക്ഷീണം തോന്നണമെന്ന് പറയാം. ഇത് കേട്ടത് ലക്ഷ്മിയമ്മ പെട്ടെന്ന് പറഞ്ഞു, അയ്യോ മോനെ, ഉറങ്ങിയാൽ എങ്ങനെ ശരിയാന്നേ, നിനക്ക് ജോലിയുള്ളതല്ലേന്ന് ചോദിക്കും. ഏയ് എവിടെ, ഇന്നിപ്പൊ അധികം ഇതില്ലെന്നേ, ഓട്ടം ഒന്നും വന്നിട്ടില്ല. ഇനിയിപ്പൊ ആരെങ്കിലും വിളിച്ചാലേ ഓട്ടം പോകാൻ പറ്റുള്ളൂ എന്ന് പറയാം. സച്ചി പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാൻ കുറച്ചേരം പോയി കിടക്കാന്ന് പറയണം. ഇത് കേട്ടത് ലക്ഷ്മി പറഞ്ഞു, അല്ല മോനെ, അങ്ങനെ കിടന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ ഓട്ടം വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ അറിയണേ? അതിനല്ലേ ഫോണുള്ളേ, ഫോണിനകത്തേക്ക് വിളിച്ചോളൂ എന്ന് പറയാം. ഇങ്ങനെ സച്ചി മുറിയിലേക്ക് കൂടെ പോകുമ്പോൾ രേവതിയും കൂടെ അങ്ങോട്ട് ചെല്ലുവാണ്. രേവതി എന്നിട്ട് ഇവിടെ കിടന്ന് ഉറങ്ങിക്കോ, ഇനിയിപ്പോ ഓട്ടം വല്ലതും വരുവാണെങ്കിൽ പോയാൽ മതി എന്ന് പറയാം. രേവതിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു സച്ചി ഇങ്ങോട്ട് വന്നത് തന്നെ. പക്ഷെ ലക്ഷ്മിയമ്മ മൂട്ട് തീ പിടിച്ചൊരവസ്ഥയാണ് നിൽക്കുന്നത്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ദൈവമേ, സച്ചി പോയില്ലെങ്കിൽ ഇനിയിപ്പം ആ ചന്ദ്രമതി എങ്ങാനും അറിഞ്ഞിട്ടുണ്ട്, അത് മതി അടുത്ത പ്രശ്നം ഉണ്ടാവാനായിട്ട്. താനാണെങ്കിൽ രേവതിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നിട്ട് വീണ്ടും അവൻ ഇങ്ങോട്ട് വന്നെന്ന് പറയും. സച്ചിനെയും കൂടെ ഇങ്ങോട്ട് വിളിച്ചെന്ന് പറയും. ആടിമാസമാണ്, രണ്ടുപേരും മാറി മാറി നിൽക്കണമെന്നും പറഞ്ഞോണ്ടാ ചന്ദ്രമതി ചേച്ചി ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിരിക്കുന്നത്. അപ്പൊ സച്ചി വന്നെന്ന് അറിഞ്ഞാൽ അവർക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. പിന്നീട് സച്ചി അവിടെ കിടന്ന് പതുക്കെ മയങ്ങോണ്. ഈ സമയം രേവതി മുറിക്ക് പുറത്തേക്കും കൂടെ ഇറങ്ങി വന്ന്, എടി നീ ഇതെന്ത് ഭാവിച്ച? എന്താമേ, അല്ല അവനെ പറഞ്ഞു വിടാൻ നോക്കാനുള്ളതിന് എന്താ അമ്മയ്ക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോന്ന് ചോദിക്കുക. അല്ലേ മോളെ, അതല്ല, സച്ചി പോയില്ലെങ്കിൽ പ്രശ്നമാവില്ലേ? എന്ത് പ്രശ്നം? അല്ല, നിന്റെ ആ മായ്മേനും വീരം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആര് പറയാനാമേ? ദേവ് വന്നിട്ട് പറഞ്ഞു, പിന്നെ അങ്ങനെ അങ്ങ് പേടിക്കാൻ നോക്കിയിട്ട് കാര്യമുണ്ടോ? ദേ സച്ചിയാണാണേ പാവം, ഇന്നലെയാണ് ഫുഡ് പോലും കഴിച്ചില്ലെന്നാ പറഞ്ഞേ. രുചിയായിട്ട് എന്തായാലും ഫുഡ് കഴിച്ചിട്ട് അത് ചേരം അവിടെ കിടക്കട്ടെ, വെറുതെ ശല്യം ചെയ്യാൻ പോകണ്ടെന്ന് പറയാണ്. ഈ സമയം ലക്ഷ്മി പറഞ്ഞു, എനിക്ക് വല്ലാത്തൊരു വിഷമോടി. അതെ, ഒരു കാര്യം ചെയ്യാം, ഉറങ്ങി എഴുന്നേറ്റ് കഴിയുമ്പോൾ അപ്പൊ തന്നെ നീ പറഞ്ഞു വിട്ടേക്കണം കേട്ടോ എന്ന് പറയണം. ദേ അമ്മേ, വെറുതെ ഇങ്ങനെയൊന്നും പറയില്ല കേട്ടോ. സാധാരണഗതിയിൽ മരുമക്കൾ ഇങ്ങോട്ട് വീട്ടിലേക്ക് വരുന്ന കഴിയുമ്പോഴത്തേനും അമ്മായിയമ്മമാർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും അവരെ സൽക്കരിക്കാനും വീട്ടിൽ നിർത്താനും ഒക്കെ. എന്റെ അമ്മ മാത്രം എന്താ എങ്ങനെയെന്ന് ചോദിക്കാം. എടി, എനിക്ക് ആഗ്രഹം ഇല്ലാഞ്ഞിട്ടാണോ? വേറെ ഏത് സമയത്ത് വന്നാലും കുഴപ്പമില്ല, പക്ഷെ ഈ സമയമായി പോയില്ലെന്ന് ചോദിക്കുക. പിന്നീട് സുധി ആകെപ്പാടെ തകർന്ന മനസ്സോടുകൂടി വീട്ടിലേക്ക് കയറി വരുക. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അങ്ങനെ വരുമ്പോൾ ചന്ദ്രമതി ഉണ്ട്. ചന്ദ്രമതി ചോദിച്ചു, എന്താ മോനെ, നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്? ജോലി കഴിഞ്ഞോന്ന് ചോദിക്കുക. ജോലി കഴിഞ്ഞു, മൊത്തത്തോടെ കഴിഞ്ഞെന്ന് പറയണം. എന്താടാ മോനെ നീ അങ്ങനെ പറഞ്ഞേ? ഒന്നുമില്ലമ്മേ. അല്ല അമ്മ, ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ടെ, ഞാൻ ഇത്രയും പഠിക്കേണ്ട കാര്യമില്ലായിരുന്നല്ലേന്ന് ചോദിക്കാം. എന്താടാ മോനെ അങ്ങനെ പറഞ്ഞേ? പഠിച്ചിട്ട് വെറുതെ ആന്നേ. പഠിച്ചവരൊക്കെ ഇന്ന് വെറുതെ ഇങ്ങനെ ബാഗും തൂക്കി നടക്കുക, പഠിക്കാത്തവര് നല്ല പൊസിഷനിലും കയറി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതാ പറഞ്ഞേ, വെറുതെ എന്തിനാ പഠിച്ചത്? അങ്ങനെ പറയില്ലടാ മോനെ, നിനക്ക് നല്ല കഴിവും ബുദ്ധിയൊക്കെ ഉള്ളതുകൊണ്ടല്ലേ, അതുകൊണ്ടല്ലേ നീ ഇങ്ങനെ പഠിച്ചത്. സാധാരണഗതിയിൽ എല്ലാവർക്കും ഒന്നും പറ്റുന്ന കാര്യമല്ല ഇത്. ക്ലാസ്സിലാണെങ്കിൽ നീ ടോപ്പായിരുന്നല്ലോ, അല്ല ഇപ്പൊ എന്ത് പറ്റി ഇങ്ങനെയൊക്കെ ചോദിക്കാനായിട്ട്? എന്താ മുഖം എന്താ വല്ലാതിരിക്കുന്നേ? ജോലിക്ക് പോയിട്ട് എന്താ വല്ല ക്ഷീണമാണല്ലോ, അവിടെ തിരക്ക് കൂടുതലാണോ എന്ന് ചോദിക്കണം. അതൊന്നുമില്ല, പിന്നെന്താ കുഴപ്പം? അതെ, എന്റെ ജോലി പോയമ്മേന്ന് പറയാണ്. ഇനി എനിക്ക് ജോലിക്ക് പോകണ്ടെന്ന് പറയാ. നീ എന്താടാ സുധി പറഞ്ഞ് ജോലി പോയെന്നോ? അതേ അമ്മേ, അത് എന്റെ കാരണം കൊണ്ടല്ല, പിന്നെയോ? അമ്മേ, ഞാൻ ഇത്രയും പഠിച്ചു എന്തിനു വേണ്ടിയിട്ടാ? ഒരു വേലക്കാരനായിട്ട് ജോലി ചെയ്യാനാണെങ്കിൽ ഞാൻ ഇത്ര പഠിക്കേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ, പഠിക്കുകയോ ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. എടാ ഇപ്പൊ എന്താ സംഭവിച്ചേ? പിന്നീട് കമ്പനിയിലുണ്ടായ കാര്യങ്ങളൊക്കെ പറയണം. കസ്റ്റമറുടെ വീട്ടിൽ പോയി ചെന്ന് കഴിഞ്ഞപ്പോ അയാള് മീനും ഇറച്ചിയൊക്കെ മേടിക്കാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ ചന്ദ്രമതി, ഓഹോ
അപ്പൊ ഇങ്ങനെയായിരുന്നല്ലേ? എടാ, നീ ഇത്രയും പഠിച്ച നീ വേലക്കാരനാവാനായിട്ടൊന്നുമല്ല. നീ ധൈര്യമായിട്ടിരിക്കുക, നിനക്ക് എന്തെങ്കിലും ഒരു ജോലി കിട്ടും. ഇങ്ങനത്തെ വേലയ്ക്ക് പണിക്ക് പോകേണ്ട കാര്യമില്ലെന്ന് പറയണ. ഇത് കേട്ടപ്പോ പെട്ടെന്ന് ശ്രുതി പറഞ്ഞു, അമ്മേ ഇനിയിപ്പൊ ജോലി പോകാതിരിക്കണ ഒരു മാർഗം മാത്രമേ ഉള്ളൂ. എന്ത്? നമ്മൾ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ആരും നമ്മളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടില്ല എന്ന് പറയാം. എടാ മോനെ, സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിപ്പം നടക്കുന്ന കാര്യമാണോ? എത്ര ലക്ഷം രൂപ ഉണ്ടെങ്കിലാ നിന്റെ കല്യാണത്തിന് വേണ്ടിയിട്ടും ബ്യൂട്ടി പാർലർ തുടങ്ങാനും വേണ്ടിയിട്ടും ഞാൻ ആധാരം കൊണ്ടേ പണയം വെച്ച്. പെട്ടെന്നാണ് ചന്ദ്രമതി ഓർത്തെ, സൗണ്ടിൽ പറഞ്ഞ ആരെങ്കിലും കേട്ടാലോ? അറിയാലോ, ഞാൻ ആധാരം കൊണ്ടേ പണയം വെച്ചേക്കുക. അപ്പൊ അത് എങ്ങനെ എടുക്കുമെന്ന് ഓർത്ത് ഞാൻ ടെൻഷൻ അടിച്ചിരിക്കുക. മാസം മാസം പലിശ കൊടുക്കണം. ശ്രുതി, നിനക്കറിയാലോ ശ്രുതിനെ കൊണ്ട് തന്നെ ഇതെല്ലാം കൂടെ ഓടത്തില്ല. അവള് നീ കൂടെ ഒരുമിച്ച് നോക്കിയാൽ മാത്രമേ പലിശയൊക്കെ അടയ്ക്കാൻ പറ്റുള്ളൂ എന്ന് പറയാം. എന്തേലും ഒരു വഴി കാണും. ഒരു കാര്യം ചെയ്യാം, ഞാൻ ശ്രുതി വരുമ്പോൾ അവളോട് ഈ കാര്യങ്ങൾ പറയാം, എന്റെ ജോലി പോയ കാര്യം. വേണ്ട വേണ്ട. അതെന്താ? എടാ, ഇപ്പൊ നീ പറഞ്ഞ എങ്ങനെ ശരിയാവുന്നേ? നിന്നെ കുറിച്ച് അവൾ എന്ത് വിചാരിക്കും? ദേ, കല്യാണം കഴിഞ്ഞ് ഇത്രയും കാലം ജോലിയും കളഞ്ഞിട്ട് വന്ന് ഇരിക്കുവാന്ന് വിചാരിക്കില്ലേ? അതൊരിക്കലും ശരിയാകത്തില്ലടാ. ഒരു പക്ഷേങ്കിൽ ആണുങ്ങൾക്ക് ജോലി വേണം, ഇല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഒരു വില ഉണ്ടാവില്ല, പെണ്ണുങ്ങൾക്ക് ഒരു വിലയും തരത്തില്ല. ഒരു പക്ഷെ നിനക്ക് ജോലി ഇല്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രുതി നിനക്കൊരു വിലയും തരത്തില്ലെന്ന് പറയാം. അല്ലമ്മ, എന്നാലും ഇല്ല. ഇപ്പോഴീ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനോ പോകണ്ട. അങ്ങനെ വന്നാൽ ചിലപ്പോൾ അവള് നിന്നെ ഇട്ടിട്ടും കൂടെ അങ്ങോട്ട് പോകും. അറിയാലോ, കാശുകാരൻ അവളുടെ അച്ഛന്. അവൾ ഈ വീട്ടിൽ നിന്നേ മതിയാകുള്ളൂ. അതുകൊണ്ടല്ലേടാ മോനെ ഞാൻ ഈ തന്ത്രപ്പാടൊക്കെ പെടുന്നേ. പിന്നെ അത് മാത്രമല്ല, ശ്രുതിയും കൂടെ ജോലിക്ക് പോയി കിട്ടുന്ന ശമ്പളം കൊണ്ടല്ലേ ഇപ്പം ബ്യൂട്ടി പാർലറിന്റെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നേ. അതൊക്കെ നിനക്കറിയാലോ. വെറുതെ എന്തായാലും നീയായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കണ്ടേ? നീ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പോകണ്ടെന്ന് പറയാം. ശരിയെന്ന് പറയാം. നീ ഇവിടെ ഇരിക്കുക, ഞാനിപ്പോ വരാന്ന് പറഞ്ഞ് ചന്ദ്രമതി അങ്ങോട്ട് അകത്തേക്ക് കയറി പോവാ. കുറച്ചു നേരം കഴിയുമ്പോഴത്തേനും ശ്രുതി വീട്ടിലേക്ക് വരുവാണ്. ഈ സമയം ശ്രുതി എന്ത് ചെയ്യുവാണ്? ശ്രുതി അവിടെ ഇരുന്ന് ആ സോഫ സെറ്റിലേക്ക് അങ്ങോട്ട് കിടന്ന് മയങ്ങി പോവാണ്. അങ്ങനെ ശ്രുതി കയറി വന്നപ്പോൾ ശ്രുതി അവിടെ കിടക്കുന്നുണ്ട്. പെട്ടെന്ന് ശ്രുതി വന്ന് ശ്രുതിനെ വിളിക്കുവാണ്. അപ്പൊ ശ്രുതി പെട്ടെന്ന് ചാടി എഴുന്നിട്ട് എന്താ കാര്യം ചോദിക്കാം. അല്ല, ഇന്ന് എന്ത് പറ്റി നേരത്തെ പോന്നേന്ന് ചോദിക്കുക. ജോലിത്തിരക്ക് ഇല്ലായിരുന്നു, അതോ ജോലിത്തിരക്ക് കുറവായിരുന്നു ചോദിക്കുക. ഇത് കേട്ടതും എന്ത് ചെയ്യണമെന്ന് എന്ത് മറുപടി പറയണമെന്ന് അറിയില്ല ശ്രുതിക്ക്. പെട്ടെന്ന് ശ്രുതി പറഞ്ഞു, അല്ല പിന്നെ ഞാന് എന്നൊക്കെ പറഞ്ഞു വന്നപ്പോഴത്തേനും ചന്ദ്രമതി പെട്ടെന്ന് അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, അതെ ഇന്ന് അവന് നല്ല ക്ഷീണമുണ്ട്, കുറെ ക്ലയൻസ് ഉണ്ടായിരുന്നു അവൻ പറഞ്ഞേ, അതുകൊണ്ടാ അവന്റെ മുഖം ഇങ്ങനെ ഇരിക്കണേന്ന് പറയാം. ശ്രുതി പറഞ്ഞു, പാവം നന്നായിട്ട് ജോലി ചെയ്ത് ക്ഷീണിച്ചിട്ടുണ്ടെന്ന് തോന്നിയെന്ന് പറയാം. ഇത് കേട്ട് ചന്ദ്രമതി, ശരിയാ മോള് പറഞ്ഞ് ശരിയായിട്ടുള്ള കാര്യ എന്ന് പറയണം. ഒരു കാര്യം ചെയ്യാം ശ്രുതി, ഞാനൊരു ജ്യൂസ് എടുത്തോണ്ട് തട്ടേന്ന് ചോദിക്കുകയാണ്. വേണ്ടാന്ന് പറയാണ്. ചന്ദ്രമതി പറഞ്ഞു, വേണ്ട ഞാൻ എടുത്തോണ്ട് തരാം മോളെ. മോളുടെ മുഖം ആകെ പാടെ വല്ലാതെ ഇരിക്കുന്നല്ലോ, ഇന്ന് എന്ത് പറ്റി? ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നോ എന്ന് ചോദിക്കുവാണ് ബ്യൂട്ടി പാർലർ. അതേമ്മേ, ഇന്ന് തിരക്കിച്ചിരി കൂടുതലായിരുന്നു പറയാം. സാരില്ല, മോൾ ഇവിടെ നിൽക്കുക, ഞാൻ പോയി എടുത്തോണ്ട് വരാന്ന് പറയണം. വേണ്ടമ്മേ, ഞാൻ എടുത്തോളാം. അതെന്ത് വർത്താനം മോള് പറയുന്നേ? നിങ്ങൾ രണ്ടുപേരും മടുത്തു വന്നതല്ലേ, അപ്പൊ ഞാൻ ഇതൊക്കെ എടുത്തോണ്ട് തരണ്ട, എന്റെ കടമയല്ലേന്ന് ചോദിക്കും. പെട്ടെന്ന് ശ്രുതി പറഞ്ഞു, എനിക്ക് എന്താ അമ്മേനെ പോലെ ഒരു അമ്മേനെ കിട്ടിയത് എന്റെ ഭാഗ്യം. സാധാരണഗതി ജോലി ചെയ്ത് മടുത്ത് വീട്ടിലേക്ക് എന്ന് ചെയ്യുമ്പോൾ അമ്മായിമാര് പറയും, എടി അത് ചെയ്യടി ഇത് ചെയ്യടി എന്നൊക്കെ പറയും. പക്ഷെ എന്റെ അമ്മായിമ്മ അങ്ങനെയൊന്നുമല്ല. എന്റെ സ്വന്തം അമ്മേനെക്കാളും കാര്യമായിട്ടാ എന്റെ അമ്മേനെ നോക്കുന്നത്. ഇത് ഈ സ്നേഹം കണ്ടു കഴിയുമ്പോഴാ എനിക്ക് സഹിക്കാൻ പറ്റാത്തെന്ന് പറയാം. അതെ, മോള് ധൈര്യമായിട്ടിരിക്കുക, മോൾക്ക് എന്തിനും ഏതിനും ഒപ്പം ഞാൻ കൂടെ ഉണ്ടാവും പറയാം. പിന്നീട് ചന്ദ്രമതി ജ്യൂസ് എടുക്കാനൊക്കെ പോവാ. ഈ സമയം ശ്രുതിയോട് പറഞ്ഞു, അതെ പാവം അമ്മ കണ്ടോ, അമ്മ നമുക്ക് വേണ്ടി എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയാവോ? അറിയാലോ, അമ്മയുടെ കടങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് അവനെ നമുക്ക് വീട്ടണം. നമുക്ക് വേണ്ടിയിട്ട് ആ പൈസയൊക്കെ വാങ്ങിയത്. ഇനിയിപ്പോൾ ശ്രുതിക്കൂടെ ജോലി ചെയ്തുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, അതുകൊണ്ട് ഇനിയൊരു പ്രശ്നമില്ല. കടങ്ങളൊക്കെ നമുക്ക് എത്രയും പെട്ടെന്ന് വീട്ടാൻ പറ്റുമോ അല്ലേന്ന് ചോദിക്കുക. ഇത് കേട്ട ശ്രുതിയും കൂടെ തലയാട്ടുവാണ്. അല്ലാതെ പറ്റത്തില്ലോ, ഒന്നും ഇവിടെ പറയാനും പറ്റത്തില്ല. പിന്നീട് കാണിക്കുന്ന രേവതി സച്ചി ഉറങ്ങണ സമയത്ത് മുറിയുടെ ഫ്രണ്ടിൽ പോയി നോക്കുവാണ്. ഇങ്ങനെ അകത്തേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കുവാണ്. രേവതിക്കാണ് സച്ചി കിടന്ന് ഉറങ്ങുന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. കാരണം ഇങ്ങനെ വീട്ടിൽ വന്ന് കിടക്കാറൊന്നുമില്ല, നിൽക്കാറും ഉള്ളതല്ല. ആദ്യമായിട്ട് ഇങ്ങനെയൊക്കെ വിരുന്നിന് വന്നപ്പോൾ പോലും ഭയങ്കര അസ്വസ്ഥതയായിരുന്നു ആൾക്ക്. അങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് ദൈവം അങ്ങോട്ട് വന്നു. ഭർത്താവിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഇവിടെ നിൽക്കുകയല്ലേ നിൽക്കും, ഒന്ന് പോടി അവിടെ നിന്ന് പറയാണ്. പതുക്കെ പറ, സച്ചിയേട്ടൻ എഴുന്നേക്കൂന്ന് പറയണം. പിന്നെ സച്ചിയേട്ടൻ എഴുന്നേക്ക്, കുഞ്ഞുവാവയല്ലേ, ഒരു കാര്യം ചെയ്യ്, ഒരു തൊട്ടിലിട്ടുകൊണ്ട് അങ്ങോട്ട് ആട്ടാൻ പറയണം. ഈ സമയം ലക്ഷ്മിയമ്മ അങ്ങോട്ട് വന്നു. എന്താന്ന് ചോദിക്കണം. ശമ്മ പതുക്കെ പറ, സച്ചിയേട്ടൻ എഴുന്നേക്കൂന്ന് പറയണം. ഇനി അവനെ വിളിച്ചെഴുന്നേപ്പിച്ച് വിടാൻ നോക്ക്, സമയം എത്രയാണെന്നറിയാവോ? എന്റെ അമ്മയെ സച്ചിയേട്ടൻ പൊക്കോളും, ഇനിയിപ്പൊ അതിന്റെ പേരിലൊരു ഇത് വേണ്ടാന്ന് പറയണം. പെട്ടെന്ന് സച്ചി എന്ത് ചെയ്യുവാണ്, സച്ചിയുടെ ഫോൺ ബെല്ലടിക്കുവാണ്. സച്ചി ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേക്കുവാണ്. നോക്കി ഫോൺ ബെല്ലടിച്ചോണ്ടിരിക്കുന്നു. പിന്നെ കോൾ എടുത്തിട്ട് പറഞ്ഞു, ശരിയാ ആണോ, ശരി എന്നാ ഇപ്പൊ തന്നെ എത്തിയേക്കാന്ന് പറയാണ്. സച്ചിക്ക് ഒരു ഓട്ടം വിളിച്ചാണ്. അങ്ങനെ സച്ചി പതുക്കെ എഴുന്നേറ്റിട്ട് അങ്ങോട്ട് വരുവാണ്. ഈ സമയം രേവതി പറഞ്ഞു, ഞാൻ ചായ എടുക്കട്ടെ എന്ന് ചോദിക്കും. ചായ വേണ്ട, ഇപ്പൊ എനിക്കൊരു ഓട്ടം ഉണ്ടെന്ന് പറയണം. ഓട്ടത്തിനൊക്കെ പോവാം, ആദ്യം ഞാൻ ചായ എടുത്തോണ്ട് വരാന്ന് പറയണം. പെട്ടെന്ന് ലക്ഷ്മിയമ്മ ഇടയിലേക്ക് ഇട്ട് പറഞ്ഞു,
അതെ ഇപ്പൊ ചായ ഒന്നും എടുക്കണ്ട മോളെ, അവന് ഓട്ടം ഉണ്ട് ധൃതി ഉണ്ടെന്നല്ല പറഞ്ഞേ, അവൻ പോയിട്ട് വരട്ടെ എന്ന് പറയാം. ഇത് കേട്ടതും രേവതി പറഞ്ഞു, അമ്മ എന്താ ഈ പറയണേ? ഒന്ന് മിണ്ടാതിരിക്കാമെന്ന് ചോദിക്കുകയാണ്. അതെ ചായ കുടിച്ചിട്ട് പോയാൽ മതി, ചായ കുടിച്ചിട്ട് പോവുകയാണെങ്കിൽ നമുക്കൊരു ഉന്മേഷമൊക്കെ ഉണ്ടാവുമെന്ന് പറയാം, ഈ ഉറക്കക്ഷീണമൊക്കെ അങ്ങോട്ട് മാറുമെന്ന് പറയാം. പിന്നീട് രേവതി പറഞ്ഞു, അല്ല ഇനി പോയിട്ട് എപ്പോഴാ വരണേന്ന് ചോദിക്കും. അല്ല രാവിലെ മീൻകറിയൊക്കെ ഇരിപ്പുണ്ടോ? ഉണ്ട്, എന്നാ ഞാൻ വൈകുന്നേരം ഇങ്ങോട്ട് വന്നേക്കാന്ന് പറയണേ. ഇത് കേട്ടപ്പോൾ തന്നെ ലക്ഷ്മി അമ്മയ്ക്ക് വല്ലാത്തൊരു ടെൻഷൻ. ദൈവം ഇനി വൈകുന്നേരം ഇങ്ങോട്ട് വരാൻ പോവാണോ? ആ ഒരു ചിന്തയായിരുന്നു. ഈ സമയം രവീന്ദ്രൻ നേരെ വീട്ടിലേക്ക് കയറി വരുവാണ്. വീട്ടിലേക്ക് കയറി വരുമ്പോൾ ചന്ദ്രമതി ശ്രുതി എല്ലാം കൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടു. അങ്ങനെ ചന്ദ്രമതിയെ കണ്ടപ്പം രവീന്ദ്രൻ ചോദിച്ചു, അല്ല നീ ഇന്നലെ ഫുഡൊന്നും ഉണ്ടാക്കി വെച്ചില്ലായിരുന്നു ചോദിക്കും. ഫുഡ് ഉണ്ടാക്കി? ഓ ഇന്ന് ഞാൻ ഫുഡൊന്നും അങ്ങനെ ഉണ്ടാക്കിയില്ലെന്ന്. അതെന്താ? എനിക്ക് കഴിക്കാനുള്ള കുറച്ചുണ്ടായിരുന്നു, പിന്നീട് ഞാനൊന്നും ഉണ്ടാക്കിയില്ലെന്ന് പറയാം. ഓ നിനക്ക് കഴിക്കാനുള്ള നീ കഴിച്ചിട്ട് നീ അവിടെ കയറി കിടന്നല്ലേന്ന് ചോദിക്കാം. സച്ചി വന്നിട്ടുണ്ടായിരുന്നു, സച്ചി ഒന്ന് നോക്കിയപ്പോ ഒന്നും കഴിക്കാനില്ലായിരുന്നു, അവൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു പറയാം. അവനോട് വല്ല ഹോട്ടലിൽ നിന്നും പോയി കഴിക്കാൻ പറ, നിനക്കറിയാലോ അവൻ മാക്സിമം ഹോട്ടലിൽ നിന്ന് കഴിക്കാറില്ല, പിന്നെ നിവൃത്തിയില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യുന്നു ചോദിക്കുക. ഞാൻ ഫുഡ് കഴിച്ചോന്ന് വിളിച്ചു നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് രവീന്ദ്രൻ സച്ചിനെ വിളിക്കുകയാണ്. ഈ സമയം സച്ചി രേവതിയുടെ അടുത്താണ്. നീ അച്ഛൻ വിളിക്കുന്ന കോൾ എടുക്കുവാണ്. എന്താ അച്ഛാ വിളിച്ചേ? നീ ഫുഡ് കഴിച്ചോന്ന് ചോദിക്കും. കഴിച്ചാ? ഓ ഹോട്ടലിൽ പോയി കഴിച്ചു കാണുമല്ലേ? അല്ലല്ല ഹോട്ടലിൽ നിന്നല്ല, ദേ നല്ല രുചിയുള്ള കറികളൊക്കെ കൂട്ടി ഞാൻ ഫുഡ് കഴിച്ചേ. രുചിയുള്ള കറികളോ? എതെവിടുന്ന? അച്ഛാ ഞാൻ രേവതിയുടെ അടുത്ത് വന്നു. രേവതി മോളുടെ അടുത്ത് ചെന്നോ? എന്താ നീ ഇപ്പൊ അങ്ങോട്ട് പോയത്? എൻ്റെ അച്ഛാ ഹോട്ടലൊന്നും പോയി ഫുഡ് കഴിക്കാണ്ട് എനിക്ക് തോന്നിയില്ല, അപ്പൊ ഞാൻ ഇങ്ങോട്ട് വന്നു. എനിക്കിവിടെ നല്ല രുചിയുള്ള മീൻകറിയും കാര്യങ്ങളും എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വിശാലമായ ഒരു ഊണും കഴിഞ്ഞ് ഞാനിവിടെ കിടന്ന് ഉറക്കം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് എഴുന്നേക്കുക എന്ന് പറയണം. പെട്ടെന്ന് രവീന്ദ്രൻ വിളിച്ച്, കൊള്ളാലോടെ നീയാള് എന്ന് പറയണം. അങ്ങനെ ചന്ദ്രമതി അകത്തേക്ക് പോയ ചന്ദ്രമതി പെട്ടെന്ന് രേവതിയുടെ അടുത്ത് സച്ചി ഉണ്ടെന്നുള്ള ആ വാർത്ത കേൾക്കുവാണ്. ഇത് കേട്ട് പെട്ടെന്ന് അങ്ങോട്ട് ചന്ദ്രമതി പറഞ്ഞു വന്നു. അവൻ എവിടെയാന്ന് പറഞ്ഞേ? നീ ഒന്നും മിണ്ടായിരിക്കും ചന്ദ്രൻ, ഞാൻ സംസാരിക്കട്ടെ എന്ന് പറയാം. പിന്നീട് പറഞ്ഞു, മോനെ നീ വരത്തില്ലേന്ന് ചോദിക്കുകയാണ്. അതച്ചാ ഞാൻ നോക്കട്ടെ, ചിലപ്പോഴും വൈകുന്നേരം വരത്തുള്ളായിരിക്കും, ചിലപ്പോൾ ഇവിടെ തന്നെ സ്റ്റേ ചെയ്യുമെന്ന് പറയണം. അതെന്താ മോനെ? അല്ല പിന്നെ ഞാനിപ്പോൾ അങ്ങോട്ട് വന്നിട്ട് എന്ത് ചെയ്യാനാ? അമ്മയുടെ കരിഞ്ഞ ഉപ്പുമാവ് തിന്നണ്ടേ? എനിക്ക് വേണ്ട അതെങ്ങും, ഞാൻ അങ്ങോട്ടും വരുന്നില്ല. അതിനേക്കാളും ഭേദം ഇവിടെ നല്ല മീനും ചോറും ഉണ്ട്, അതുകൊണ്ട് എനിക്ക് നല്ല അന്തസ്സായിട്ട് അതും കഴിച്ചിട്ട് കിടന്നുറങ്ങാലോ. പിന്നെ എന്താ കുഴപ്പമെന്ന് ചോദിക്കാം. രവീന്ദ്രൻ പറഞ്ഞു, നിന്റെ ഇഷ്ടം എന്നാന്ന് വെച്ചാൽ ആ നടക്കട്ടെ എന്ന് പറഞ്ഞ് ഫോൺ വെക്കുവാണ്. ഈ സമയം ചന്ദ്രമതി ചോദിച്ചു, അവൻ എന്താ പറഞ്ഞേ? ഇങ്ങോട്ട് വരുന്നില്ല എന്നാ? അതെങ്ങനെ ശരിയാവും? ആടിമാസമായിട്ട് അവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്, അപ്പൊ പിന്നെ അവനും കൂടെ അവിടെ പോയി നിൽക്കേണ്ട വല്ല കാര്യമുണ്ടോന്ന് ചോദിക്കുക. ഇത് കേട്ട ശ്രുതി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇന്ന് മുതൽ ശ്രുതി എന്റെ മുറിയിൽ കിടന്നോട്ടെ. ആടിമാസം എന്ന് പറഞ്ഞിട്ട് അമ്മയുടെ മുറിയിൽ ശ്രുതിയെ അമ്മ കൊണ്ട് കിടത്തിയേക്കുമല്ലേന്ന് ചോദിക്കും. ഒന്ന് മിണ്ടാതിരിക്കുക, ഞാൻ സംസാരിക്കട്ടെ എന്ന് പറയാം. ഈ സമയം രവീന്ദ്രൻ പറഞ്ഞു, അതെ അവന് നേരാൻ വേണ്ട ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം, ഒരു കുഴപ്പമില്ലായിരുന്നു, അവൻ ഈ വീട്ടിൽ നിന്നേരം. പക്ഷെ നിനക്കതിനൊന്നും സമയമില്ലല്ലോ ചന്ദ്രേ, നിനക്ക് വേറെ അന്താരാഷ്ട്ര കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നതല്ലേ തിരക്കെന്ന് ചോദിക്കുക. ഇതൂടെ കേട്ടപ്പോഴത്തേനും ചന്ദ്രമതിക്ക് നല്ല ദേഷ്യം വന്നു. ചന്ദ്രമതി പറഞ്ഞൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, വെറുതെ എന്നെ കുറ്റപ്പെടുത്താൻ വരണ്ട കേട്ടോ. പിന്നെ ഫുഡിന്റെ കാര്യം എനിക്കറിയാലോ, ഇത്രയും കാലം ഞാൻ ഉണ്ടാക്കുന്ന ഫുഡ് കഴിച്ചിട്ടല്ലേ അവൻ വളർന്നു വന്നേ, അല്ലാതെ വേറെ പുറത്തുനിന്ന് കഴിച്ചിട്ടൊന്നും അല്ലല്ലോ. ഇപ്പോഴല്ലേ അവൻ ഇത്ര ടേസ്റ്റോടുകൂടി വരെ ഫുഡ് കഴിക്കാനൊക്കെ തുടങ്ങിയതൊക്കെ പറഞ്ഞിട്ട് രവീന്ദ്രനെ ചീത്ത പറയണേ. രവീന്ദ്രൻ പറഞ്ഞു, നിന്നോട് പറഞ്ഞിട്ടൊന്നൊരു കാര്യമില്ല, ഇനി രേവതി മോളില്ല ഇവിടെ ഇല്ലല്ലോ. ഈ സമയം ശ്രുതി പറഞ്ഞു, അമ്മ എനിക്കും വിശക്കുവാന്നാണ്, മോൻ്റെ കാര്യം ചെയ്യേ, മോൻ ഞാൻ ജ്യൂസ് ഉണ്ടാക്കിക്കൊണ്ട് തരാമെന്ന് പറയണം എന്നും പറഞ്ഞിട്ട് അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാ. ഈ സമയം രവീന്ദ്രൻ ആലോചിക്കുക, ഇങ്ങനെയാണെങ്കിൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ അവതാളത്തിലായത് തന്നെ, താൻ ഇന്ന് യൂണിയൻ ഓഫീസിൽ നിന്ന് ഫുഡ് കഴിച്ചുകൊണ്ട് നന്നായി, അല്ലെങ്കിൽ ഇനിയിപ്പം മിക്കവാറും തൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം വേണം, താൻ ഇവിടെ ഒന്ന് പട്ടിണി ഇരിക്കേണ്ട വന്നേനെ. ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുമെന്നറിയില്ല രവീന്ദ്രന്. അങ്ങനെ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ അടുത്ത ദിവസം കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് നാളെ ഉച്ചയ്ക്ക് തന്നെ വരും കേട്ടോ. അപ്പൊ എല്ലാവരും മറക്കാതെ കയറി കാണും. ഇനി എന്താ സംഭവിച്ചതെന്നൊക്കെ അറിയണ്ടേ? സച്ചി വീട്ടിൽ നിന്ന് പോവോ അതോ അന്നൊരു രവിയുടെ അടുത്ത് കിടക്കുവോ? ചന്ദ്രമതി ആകെപ്പാടെ തകർന്ന് തരിപ്പണമായി പോകുന്നുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങൾ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.